നമസ്കാരം. അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ന് ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗവും ചേരും. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വിളിച്ച യോഗത്തിൽ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരും സുരക്ഷാ സേനയിലെ ഉന്നതരും പങ്കെടുക്കും. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഊർജിത തിരച്ചിലാണ് നടത്തുന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ബാരാമുള്ളയിലും കുൽഗാമിലും ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് നടപടി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സർവകക്ഷി യോഗവും ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളെയും യോഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു. US സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കൂടുതൽ നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരരുടെ 42 ലോഞ്ച് പാഡുകൾ സജീവമെന്നാണ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. അതിർത്തി സംഘർഷഭരിതമാവുന്ന സാഹചര്യത്തിൽ ഭീകര ക്യാമ്പുകൾ ആക്റ്റീവ് ആകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിർത്തിക്ക് സമീപം പാക് അധിനിവേശ കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിലായാണ് ഭീകര ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. 150 മുതൽ 200 വരെ പ്രത്യേകം പരിശീലനം ലഭിച്ച ഭീകരരാണ് വിവിധ ക്യാമ്പുകളിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തക്കം പാർത്ത് കഴിയുന്നതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞുകയറ്റക്കാർക്ക് ആവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. 130ഓളം ഭീകരർ ലോഞ്ച് പാഡിൽ നിർദ്ദേശം കാത്ത് കഴിയുന്നു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ എന്നീ ഭീകര സംഘടനകളുടേതായി 60 വിദേശ ഭീകരർ ജമ്മു കാശ്മീരിൽ സജീവമാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കശ്മീർ താഴ്വരയിൽ 70 ഭീകരർ സജീവമായിട്ടുണ്ട്. ജമ്മു, രജൌരി, പൂഞ്ച് മേഖലകളിലായി 60 മുതൽ 65 ഭീകരരും പ്രവർത്തിക്കുന്നു. ഇതിൽ 115 പേർ പാകിസ്ഥാനി പൗരന്മാരാണ്. ജമ്മു കാശ്മീരിലെ 9 ജില്ലകളിൽ വിദേശ ഭീകര സാന്നിധ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ജമ്മു മേഖലയിലെ 5 ജില്ലകളിൽ സമീപകാലത്തായി തദ്ദേശീയരല്ലാത്ത 42 ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പഹൽഗാമിൽ 29 നിരപരാധികളെ ഭീകരർ കൊലപ്പെടുത്തുന്ന നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. കുടുംബാംഗങ്ങൾക്കൊപ്പം ബൈസരൻ വാലിയിലെത്തിയ നരിക്കുനി സ്വദേശി നിഹാൽ കാഴ്ചകൾ പകർത്തുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് വെടിപൊട്ടിയത്. ഈ ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഭീകരർ തോക്കുമായി നിൽക്കുന്നതും ദൃശ്യത്തിലുണ്ട്. വെടിപൊട്ടുന്ന ശബ്ദം കേട്ടുവെങ്കിലും ആദ്യമൊന്നും മനസ്സിലായില്ലെന്ന് നിഹാൽ പറഞ്ഞു. ഭീകരാക്രമണമാണെന്ന് മനസ്സിലായതോടെ ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നിഹാൽ കൂട്ടിച്ചേർത്തു. അവിടുത്തെ പ്രദേശവാസികൾ ഏറെ സഹായം ചെയ്തുവെന്നും നിഹാൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ NIAക്ക് ലഭിച്ചു. പാകിസ്ഥാനെതിരെ ഇനി കൂടുതൽ നടപടി എന്ത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നത്തെ സർവകക്ഷി യോഗവും നടക്കുന്നത്. രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടായതിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യും. അതേസമയം ആശങ്കയിലായ പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യക്ക് മറുപടി നൽകാൻ നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നന്ദി.